No, I don't like MBBS. I want to be a musician. അഥവാ എൻ്റെ കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ താല്പര്യമില്ല, ഡോക്ടർ ആവാനാണ് താല്പര്യം. അഥവാ അതിന് താല്പര്യമില്ല, CA കാരനാവാനാണ് താല്പര്യം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയർ ആവാനാണ് താല്പര്യം. പക്ഷേ എൻ്റെ താല്പര്യം ഇതിലൊക്കെ വിഭിന്നമാണ്. എനിക്ക് എൻ്റെ മകനെ ഡോക്ടറാക്കണമെന്നാണ് താല്പര്യം. നമ്മൾ വിടുമോ? ഒരിക്കലുമില്ല. അവനെ ആക്കിയേ നമ്മൾ അടങ്ങൂ എന്ന വാശിയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ കുട്ടിപ്പെട്ടു. കുട്ടികൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ കുട്ടിയുടെ ജീവിതം കൊണ്ട് പന്താടുന്ന എത്ര പേരൻസ് ഉണ്ട്? ഞാൻ ആ തരക്കാരനാണോ? മത്സരിച്ച് സ്വന്തം അഭിമാനം ഇതിലാണെന്ന് തെറ്റിദ്ധരിച്ച് മക്കളെ അവരുടെ ഇഷ്ടത്തിന് വില നൽകാതെ നിർബന്ധിച്ച് പഠിപ്പിച്ച് കുഴപ്പത്തിലാക്കുന്ന പേരൻസിനെ നമുക്ക് ചുറ്റിൽ കാണാം. അവസാനം കോഴ്സ് പകുതിയാകുമ്പോൾ കുട്ടി പഠിത്തം നിർത്തുന്നതും കോഴ്സ് മാറുന്നതും ഒളിച്ചോടുന്നതും ഒക്കെ ചിലപ്പോൾ നാം കാണാറുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ പേരൻസിന്റെ മാത്രം ദുരഭിമാനം കൊണ്ടും കുട്ടിയുടെ പഠനത്തിലുള്ള താല്പര്യക്കുറവും ഒക്കെ പലതുമാവാം. ഇത് കുട്ടിയുടെ ആത്മഹത്യയിലും ചിലപ്പോൾ എത്തിച്ചേരാം. ഭാവി ചിലപ്പോൾ ശോഭനമാവുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചത് അതും ആവാം. നമ്മൾ പലപ്പോഴും പത്രത്തിൽ കാണുന്നതാണ് ദുരഭിമാന കൊല. കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ അച്ഛൻ, സഹോദരൻ അല്ലെങ്കിൽ കുടുംബനാഥൻ സ്വന്തം മക്കളെ അഥവാ കമിതാക്കളെ അഥവാ വരനെ, വധുവെ ഒക്കെ കൊല നടത്തിയത്. അതായത് എൻ്റെ അഭിമാനം ഞാൻ നടപ്പിലാക്കുന്നത് മറ്റേയാളുടെ ജീവൻ എടുത്താണ്, മറ്റേയാളെ കൊന്നാണ്. കുടുംബത്തിന്റെ മാനം കാക്കാൻ ആദ്യം പെങ്ങളെയും പിന്നെ കാമുകനെയും കൊന്നു. എൻ്റെ അഭിമാനത്തിന് ക്ഷതം വന്നാൽ എന്ന് നമ്മൾ കുറച്ച് ശബ്ദത്തോടു കൂടി പറയാറുണ്ട്. ചിലപ്പോൾ ഒരു കൂറയുടെ വില പോലുമില്ല മനുഷ്യജീവന്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ അഭിമാനം മറ്റേയാളുടെ ഈവൻ സ്വാതന്ത്ര്യം പോലും നമ്മൾ പരിഗണിക്കാതെ ആ നാടിൻ്റെ അഭിമാനം, പഞ്ചായത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവൻ നമ്മൾ ഇല്ലാതാക്കുന്നു. കൗസല്യ ശങ്കർ ദുരഭിമാന കൊലക്കേസിൽ കോടതി ശിക്ഷ വിധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടതാണ്. ഇപ്പോൾ ഇടയ്ക്കിടെ, പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കേൾക്കാറുള്ളത്, ഇപ്പം ഇടയ്ക്കിടെ കോഴിക്കോടും കേരളത്തിലും കേരള രാജ്യത്തിലും നമ്മൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി എന്നുള്ളത് എന്തിന്റെ ലക്ഷണമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അഭിമാനം എന്നാൽ എന്താണ്? ബാക്കി എന്തും ഞാൻ സഹിക്കും, എൻ്റെ അഭിമാനത്തെ തൊട്ട് കളിച്ചാൽ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ അഭിമാനിയാണ്, ഞാൻ തറവാടിയാണ്, ഞാൻ കേമനാണ്. അത്ര അഭിമാനിയാണെങ്കിൽ നമ്മൾ നമ്മളുടെ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കണം. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, അവർ എന്ത് വിചാരിക്കണം, അവരെന്ത് സ്വപ്നം കാണണം എന്നീ കാര്യങ്ങൾ. അതല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പം വരപ്പത്താണ് കൂലി. കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിൽ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചടി വരും. നമ്മളെ അവർ വേണമെന്നല്ല, നമ്മളെ പാഠം പഠിപ്പിക്കും. നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടാവും. എല്ലാം കഴിഞ്ഞ് അവസാനം അഭിമാനവും ദുരഭിമാനവും പറഞ്ഞ് കുടുംബം കുളമാക്കിയിട്ട് കാര്യവുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. നമുക്ക് പ്രൗഡ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫീലിംഗ് ഡീപ് പ്ലഷർ or satisfaction as a result of one's own achievements, qualities or possessions. സ്വന്തം നേട്ടങ്ങളിലോ സ്വത്തുക്കളിലോ അല്ലെങ്കിൽ ഗുണങ്ങളിലോ തോന്നുന്ന ഒരു സന്തോഷം, തൃപ്തി, അതിനൊക്കെയാണ് അഭിമാനം അഥവാ പ്രൗഡ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റുള്ളവർക്കും നമുക്കും തൃപ്തി നൽകുന്ന, സന്തോഷം നൽകുന്ന, ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാം. രാജമാണിക്യം സ്റ്റൈലിൽ മമ്മൂട്ടീൻ്റെ മൈരൊന്നും ഞെളിഞ്ഞിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം ആ സമയത്ത്. എന്നാൽ
അതിൻ്റെ ഗ്രാവിറ്റി കൂടി അഹങ്കാരമായാലോ അത് വിഷമമാണ്. While pride in one's accomplishments is normal, proudful implies an unhealthy level of self-importance and a lack of humility. നമ്മുടെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നുന്നത് സാധാരണയുള്ളതാണ്. അനാരോഗ്യകരമായ, അരോചകരമായ, അതുപോലെ മാനുഷിക പരിഗണന ഇല്ലാത്ത സ്വയം പുകഴ്ത്തലിനെ നമ്മൾ അഹങ്കാരം എന്നാണ് പറയാറുള്ളത്. 3 Paths of Pride by Buddha. ബുദ്ധ, ശ്രീബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നു. The 3 paths of pride: thinking I am better than others, I am worse than others, and I am just as good as others, all of which create more suffering. These are all hindrances to true well-being and should be overcome by cultivating humility and wisdom. എന്താണിത്? സ്വയം ശ്രേഷ്ഠനാണ്, സ്വയം താഴ്ന്നവനാണ്, മറ്റുള്ളവർക്ക് തുല്യനാണ് എന്നീ 3 വിശ്വാസവും സുഖകരവും സന്തോഷകരവുമായ നമ്മുടെ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കും. ഒരു സംശയവും വേണ്ട. ഈ 3 ചിന്തയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും മാത്രമേ ജീവിതത്തിൽ നമുക്ക് നൽകൂ. ശ്രീബുദ്ധൻ പിന്നെ എന്താ പറയുന്നത്? ഇതിൽ നിന്നും സ്വയം മറികടക്കുവാൻ, ഈ ഫോൾസ് പ്രൈഡ് എന്ന് അഥവാ അഹങ്കാരത്തിൽ നിന്ന്, ദുരഭിമാനത്തിൽ നിന്ന് നമ്മൾ മറികടക്കണമെങ്കിൽ ജ്ഞാനവും വിനയവും നമ്മളിൽ വളർത്തിയെടുക്കുക. അത് മാത്രമാണ് വഴി എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഫോൾസ് പ്രൈഡ്, ബിവെയർ ഓഫ് ഇറ്റ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം, ദുരഭിമാനം, അഹങ്കാരം. ഫോൾസ് പ്രൈഡോ എന്നതിന് തെറ്റായ ആത്മാഭിമാനം, ദുരഭിമാനം എന്നൊക്കെ പറയാം. ഇത് യഥാർത്ഥ കഴിവുകളില്ലാതെ പൊങ്ങച്ചം കാണിക്കുക, അമിതമായ അഹങ്കാരം കാണിക്കുക, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ അഭിമാനം കൊള്ളുക. ഒന്നുമില്ലെങ്കിലും ഞെളിഞ്ഞു നടക്കുന്ന എത്രയോ ആളുണ്ട്. പക്ഷെ എന്താ ഉള്ളത് എന്ന് അയാൾ അറിയുന്നില്ല. അയാൾക്കുള്ളത് എന്താണെന്ന് അയാൾ അറിയാത്തത് കൊണ്ടാണത്. ഫോൾസ് എന്ന വാക്കിന്റെ അർത്ഥം തെറ്റായ എന്നാണ്. പ്രൈഡ് എന്ന വാക്കിന്റെ അർത്ഥം ആത്മാഭിമാനം എന്ന്. ദാറ്റ്സ് കോൾഡ് ഫോൾസ് പ്രൈഡ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫോൾസ് പ്രൈഡ്, ബിവെയർ ഓഫ് ഇറ്റ്. ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും. സയൻസ് ഓഫ് ഫോൾസ് പ്രൈഡ്. താഴെ പറയുന്ന ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടോ അഥവാ എനിക്കുണ്ടോ? മറ്റുള്ളവർക്ക് അല്ല, എനിക്ക് ഉണ്ടോ? നമ്മൾ സ്വയം വിശകലനം ചെയ്യണം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അറഗൻസ്, ബിലീവിങ് യു ആർ superior or better than others in various aspects. എന്നേക്കാൾ വലിയവനാരാ, ഞാനാരാ മോൻ എന്ന മട്ടിലാവും ചിന്ത അഥവാ പെരുമാറ്റം, നടപ്പ് ഒക്കെ. അത് ഉണ്ടോ നമുക്ക്? രണ്ടാമത്തത് സെൽഫ് സെന്റേർഡ്നെസ്. എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, അതിലാവും എപ്പോഴും ഫോക്കസ്. അതിലും വലുതൊന്നില്ല. തേർഡ് വൺ, ബോസ്റ്റിംഗ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും സ്വന്തം കാര്യം പുകഴ്ത്തി പറയുന്നതിലാവും നമ്മുടെ താല്പര്യം. നാലാമത്തത് അൺവില്ലിംഗ്നെസ് ടു എപ്പളജൈസ്. തെറ്റ് ചെയ്താലും അത് സമ്മതിക്കുവാനോ സോറി പറയാനോ തയ്യാറാവാത്ത ഒരു മനോഭാവം അഥവാ ഒരു സ്വഭാവം. അഞ്ചാമത്തത് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ക്വിക്ലി ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് അതേഴ്സ്, പ്രീച്ചിങ് പേഴ്സണൽ ലൈഫ്സ് എറ്റ്സെട്ര. അതായത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിലും അവരിൽ കുറ്റം കണ്ടെത്തുന്നതിലുമാണ് നമ്മുടെ താല്പര്യം. ആറാമത്തത് റിലക്റ്റൻസ് ടു സെർവ്. യു ഡോണ്ട് വാണ്ട് ടു സെർവ് അതേഴ്സ്. മറ്റുള്ളവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുവാൻ ഇത്തരക്കാർക്ക് മടിയായിരിക്കും. ഇതിൽ ഏതെങ്കിലും നമ്മുടെ സ്വഭാവത്തിലുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. കുറച്ചൊക്കെ അഭിമാനവും കുറച്ചൊരു അഹങ്കാരമൊക്കെ ആവാം, പക്ഷെ ആ പരിധി നമ്മൾ, ലക്ഷ്മൺ രേഖ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെടുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്.
എന്താണ് കാരണം? അനാവശ്യമായ അഹങ്കാരം, ലോക പോലീസാണെന്ന ഭാവം, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള ഭാവവും. ഇപ്പോഴ് ഒന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്ക തന്നെ കുറച്ചൊരു ക്ഷീണത്തിലാണെന്ന ഒരു അപ്രിയമായ സത്യം മനസ്സിലാക്കാതെ എല്ലാവരെയും ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്റ്റൈല്, ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ്, കൺസിസ്റ്റൻസി ഇല്ലാത്തതും ഒക്കെ തന്നെയാണ് കാരണം. ഈ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ലട്ടോ. ഞാനൊരു തമാശ രൂപത്തിൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ അഹങ്കാരത്തിന്റെയും തെറ്റായ ആത്മാഭിമാനത്തിന്റെയും ഒക്കെ ഇത് എന്താണ്, ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വയം കുഴപ്പത്തിലാവും. അതാണ് ഇതിലെ ഒരു പാഠം. സ്വപ്ന വീട്, എല്ലാവർക്കും വീട് സ്വപ്നമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. നമുക്ക് 10,000 ഏക്കർ സ്ഥലമൊക്കെ ഉള്ള പുറം സംസ്ഥാനങ്ങളിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയണ്ട, ഒരു ചെറിയൊരു കുടിലാണ് പലർക്കും ഉള്ളത്. പക്ഷെ ഇവിടെ എത്തുമ്പം നമ്മൾക്ക് ഉള്ളതിനേക്കാളും വലിയ വീടുണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണ് പലർ. ദുരഭിമാനം കൊണ്ടും ഫോൾസ് പ്രൈഡ് കൊണ്ടും അംബാനിയുടെ വീടിന്റെ സൗകര്യവും ആഡംബരവും ശരിക്കും ആവശ്യമില്ലെങ്കിലും സ്വന്തം വീട്ടിൽ വേണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ കയ്യിൽ അതിനു വേണ്ട പണം ഇല്ലെങ്കിലോ പെട്ടു. എന്ത് ചെയ്യും? ഇത്തരക്കാരെ ചിലപ്പോഴൊക്കെ നാം കാണാറുണ്ട്. വീടിന്റെ പണിയൊട്ട് തീരുകയുമില്ല, ആഗ്രഹവും തീരൂല, പണം തീരുകയും ചെയ്യും. ആ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് ബുദ്ധി. അല്ലാതെ എന്ത് പറയാൻ? നിരാശയും അപമാനവും ഒക്കെ ആയിരിക്കും പിന്നെ ഫലം. എല്ലാവരും ചോദിക്കും, എവിടെത്തി പണി എന്താണ്? If you are filled with pride, then you will have no room for wisdom. വെന്റിമാസിന്റെ വാക്കുകളാണ്. താങ്കളുടെ മനസ്സ് മുഴുവൻ അഭിമാനം വഴിഞ്ഞൊഴുകുകയാണെങ്കിൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഞാൻ പറയുന്നത്, പിന്നെ ജ്ഞാനത്തിന് അവിടെ സ്ഥലമുണ്ടാവില്ല. ഒരച്ഛൻ മകനോട് പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം. A fight is going on inside me, said an old man to his son. എൻ്റെ ഉള്ളിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രായമായ അച്ഛൻ മകനോട് പറഞ്ഞു. It is a terrible fight between two wolves. രണ്ട് ചെന്നായ്ക്കൾ തമ്മിലുള്ളതാണ്. One wolf is evil. He is anger, envy, greed, arrogance, guilt, inferiority, false pride, superiority, എല്ലാം മോശം നമുക്ക് ആഡ് ചെയ്യാം അതിന്. And ego. The other wolf is good. He is joy, peace, love, hope, kindness, truth. എല്ലാ നല്ല കാര്യങ്ങളും അതിൽ നമുക്ക് ആഡ് ചെയ്യാം. തിന്മയും നന്മയും തമ്മിലുള്ള ഫൈറ്റാണ്. The same fight is going on inside you, dear. മകനോട് അദ്ദേഹം പറഞ്ഞു. The son thought about it for a moment and then asked, which wolf will win? ഏത് വൂൾഫാണ് ജയിക്കുക എന്നാണ് അച്ഛനോട് മകൻ ചോദിച്ചത്. The old man replied simply, the one you feed. ഏത് വൂൾഫ് ജയിക്കും എന്നതായിരുന്നു മകന്റെ ചോദ്യം. എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം? ഏറെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. നീ ഏത് വൂൾഫിന് ഭക്ഷണം നൽകുന്നുവോ, ഏത് വൂൾഫിനെ നീ വളർത്തുന്നുവോ അത് ജയിക്കും. നന്മയെ വളർത്തൂ, അതിനെ ജയിപ്പിക്കൂ. The path to overcome false pride. സ്വാമി വിവേകാനന്ദൻ നമ്മളെ പഠിപ്പിച്ചത് the path to overcome false pride. എങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാൻ പറ്റും? ഒന്നാമത്തെ ഒരു വഴി അദ്ദേഹം പറഞ്ഞു തരുന്നത് അൺസെൽഫിഷ്നെസ്, സ്വാർത്ഥത കൈവെടിഞ്ഞ് നിസ്വാർത്ഥത വളർത്തിയെടുക്കുക. രണ്ടാമത്തത് സെൽഫ് സറണ്ടർ, പ്രപഞ്ചശക്തിക്കും ഭഗവാനും സ്വയം കീഴടങ്ങൽ മാത്രമാണ് ആത്മീയ പ്രകാശം നേടാൻ വഴി. ഇന്നർ പ്യൂരിറ്റി, ചിന്തയിലും പ്രവൃത്തിയിലും വ്യക്തത വരുത്തി ആന്തരിക ശുദ്ധി വരുത്തുവാൻ നമ്മൾ ശ്രമിക്കുക. The Lord is in me, the Lord is in you. As life is in every seed, put false pride away and seek the Lord within. കബീറിന്റെ വാക്കുകളാണ്. ഭഗവാൻ സർവവ്യാപിയാണ്. ഏതൊരു വിധത്തിലും ഏതൊരു വിത്തിലും ജീവിതമുണ്ടെന്ന്, ജീവൻ ഉണ്ടെന്നത് പോലെ ഭഗവാൻ എന്നിലുമുണ്ട്
താങ്കളിലുമുണ്ട്. തെറ്റായ ഈ ആത്മാഭിമാനം ത്യജിക്കൂ. ഉള്ളിലുള്ള ഭഗവാനെ അഥവാ സെൽഫിനെ അന്വേഷിച്ച് കണ്ടെത്തൂ. ഇതൊക്കെയാണ് ജേണി വിത്തിലും പറയുന്നത്. വളരെ ആഴത്തിലുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറെ പ്രാവശ്യം അത് കേട്ട് ഇതാവണം. കോൺസിക്വൻസസ് ഓഫ് ഫോൾസ് പ്രൈഡ്. തെറ്റായ ആത്മാഭിമാനത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. നോ പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം ഉണ്ടാവില്ല. ഫാമിലി ബ്രേക്ക് ഡൗൺ, വീട്ടിൽ തന്നെ യോജിപ്പോടെ മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ട് നേരിടും. ഞാൻ ജയിക്കണമെന്ന ചിന്തയാണ് പ്രശ്നത്തിന് വഴി തെളിയിക്കുക. നോ പ്രോസ്പെറിറ്റി, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവില്ല. എപ്പോഴും ദുരഭിമാനം, എനിക്ക് ജയിക്കണമെന്ന ചിന്തയും മുറുകെ പിടിക്കുന്നത് കൊണ്ട് ടെൻഷനായിരിക്കും ഫലം. ലൂസിങ് ഫ്രണ്ട്ഷിപ്പ്, ഇത്തരം പെരുമാറ്റങ്ങൾ കൊണ്ട് നല്ല സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. എങ്ങനെയാണ് ഈ ദുരഭിമാനം ഹാനികരമാവുന്നത്? അമിതമായ ദുരഭിമാനം ഒരു തരത്തിലുള്ള ഈഗോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പോയ്സൺ ഇൻ ദി ബുദ്ധിസ്റ്റ് വ്യൂ. ബുദ്ധിസ്റ്റുകളുടെ വ്യൂവില് ഇതൊരു പോയ്സൺ ആണ് ശരിക്കും, ഫോൾസ് പ്രൈഡ്. എ മൈൻഡ് പ്ലസ് പ്രൗഡ് പേഴ്സൺ, നമ്മളെപ്പോഴും പറയും മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് ഒരു സ്പെഷ്യൽ. 2 ദിവസം മുന്നേ ജോസാർ എടുത്തു പോകുമ്പോൾ പറഞ്ഞു, നമ്മൾ എവിടെ എത്തുമ്പോൾ മൈൻഡ് പ്ലസ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി നമ്മളെ മാറി തന്നെ കാണണം, നമ്മളുടെ പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, എല്ലാറ്റിലും. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ അറൗണ്ട് us. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ ഒരു നോട്ടം വേണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നവരായിരിക്കും മൈൻഡ് പ്ലസ് പേഴ്സണാലിറ്റി വ്യക്തികൾ. സെൽഫ് ഇവാലുവേഷൻ, ഷുഡ് നോ വേർ വി സ്റ്റാൻഡ്, വാട്ട് ഈസ് അവർ പൊസിഷൻ. സ്വയം വിശകലനം നടത്തുന്നവരായിരിക്കണം. ലവ് അതേഴ്സ്, അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. അയാളെ ഓരോ വിധത്തിലും നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് കുഴപ്പാക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. 4-മത്തത്, മെച്യൂർഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച്, പക്വതയോടുകൂടിയുള്ള പെരുമാറ്റവും സമീപനവും. 5-മത്തത്, തിങ്ക് ബിഫോർ യു ലീവ്, നോ ജമ്പിങ് കൺക്ലൂഷൻസ്. എടുത്ത് ചാടുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ടായിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനമുള്ളവരായിരിക്കും മൈൻഡ് പ്ലസിലെ എല്ലാവരും. ഇതൊക്കെ മൈൻഡ് പ്ലസ് ഡെയിലി അറ്റൻഡ് ചെയ്യുമ്പോൾ, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വരുന്ന പ്രത്യേകതകളാണ്, ഗുണങ്ങളാണ്. അതിന് നമ്മൾ ഉണ്ണികൃഷ്ണൻ സാറിനോടും ജോർജ് സാറിനോടും മൈൻഡ് പ്ലസ് എല്ലാ മെന്റേഴ്സിനോടും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം.